ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പണ്ട് നടന്ന ഒരു സംഭവം, അതാണ് ഇന്നത്തെ കഥ. അയിത്തമില്ലാത്ത ഭഗവാൻ, ഇതാണ് കഥ. പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏറെ അകലെയല്ലാതെ ഒരു ഹരിജൻ സ്ത്രീ താമസിച്ചിരുന്നു. ഹരിജനങ്ങൾക്ക് മഞ്ജുളാൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം. അയിത്താചാരങ്ങൾക്ക് സമൂഹത്തിലെ മേൽജാതിക്കാർ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഈ ഹരിജൻ സ്ത്രീ ഒരു ജന്മിയുടെ വക കുറേ സ്ഥലം പാട്ടത്തിന് വാങ്ങി പയർ കൃഷി ചെയ്തു. സാമാന്യം നല്ല വിളവുണ്ടായി. അമ്പലത്തിൽ കടക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിലും അവൾക്ക് ഗുരുവായൂരപ്പനിൽ വലിയ വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമായി പറിച്ചെടുത്ത കുറേ പച്ചപ്പയർ അവൾ ക്ഷേത്രത്തിലെത്തിക്കാൻ നിശ്ചയിച്ചു. ഒരു ദിവസം രാവിലെ പറിച്ചെടുത്ത പയർ മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് അവൾ മാറി നിന്നു. അക്കാലത്ത് അയിത്തജാതിക്കാർ കൊണ്ടുവരുന്ന വഴിപാട് സാധനങ്ങൾ മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ വെച്ച് ഒരു ബ്രാഹ്മണൻ പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കി സ്വീകരിച്ചു പോന്നു. പുണ്യാഹം കുടയുന്ന ബ്രാഹ്മണനോട് അവൾ പറഞ്ഞു, ഈ പയർ ഭഗവാന് ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കാനാണ്. ഉപ്പേരിക്ക് കുറച്ച് പച്ചപ്പയർ വേണമെന്ന് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞിരുന്നു. ഇത് കേട്ട ബ്രാഹ്മണൻ പൊട്ടിച്ചിരിച്ചു. അടുത്തു നിന്നവർക്കും ചിരി പൊട്ടി. പൂണൂൽ പിടിച്ച് ദിവസവും 108 ഗായത്രി ജപിക്കുന്ന, പതിവായി സഹസ്രനാമം ചൊല്ലുന്ന, 3 സന്ധ്യകളും മുടങ്ങാതെ ആചമിക്കുന്ന ബ്രാഹ്മണരോടൊന്നും പറയാതെ ഈ പുലയ സ്ത്രീയോട് ഭഗവാൻ ചെന്ന് പറഞ്ഞെന്നോ എന്ന ഭാവമായിരുന്നു ആ ചിരിക്ക്. ഏതായാലും ബ്രാഹ്മണൻ പതിവ് പോലെ തൻ്റെ കൃത്യം നിർവഹിച്ചു. പയർ ഉപ്പേരി ഉണ്ടാക്കാനായി തിടപ്പള്ളിയിൽ എത്തിച്ചു. അക്കാലത്ത് നിവേദ്യം പാകം ചെയ്യാൻ തിടപ്പള്ളിയിൽ ഒരു ബ്രാഹ്മണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാചകക്കാരൻ നമ്പൂതിരി പയർ നുറുക്കി അല്പം വെള്ളമൊഴിച്ച് അടുപ്പത്താക്കി. എന്നിട്ട് മറ്റെന്തോ കാര്യങ്ങൾക്കായി തിടപ്പള്ളിക്ക് പുറത്തുപോയി. തിരികെ വന്നു നോക്കുമ്പോൾ പയർ മുഴുവൻ കരിഞ്ഞു പോയിരിക്കുന്നു. ഉപയോഗിക്കാൻ പറ്റാതായ ആ പയർ പാചകക്കാരൻ തന്നെ എടുത്തു ദൂരെ കളഞ്ഞു. പിറ്റേന്ന് രാവിലെ വീണ്ടും ആ ഹരിജൻ സ്ത്രീ കുറേ പയറുമായി മഞ്ജുളാലിൻ്റെ ചുവട്ടിലെത്തി. ഏറ്റുവാങ്ങാൻ എത്തിയ ബ്രാഹ്മണനോട് അവൾ പറഞ്ഞു, ഇന്ന് സൂക്ഷിച്ച് പാകം ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കണം. ഇന്നലെ കൊണ്ടുവന്ന പയർ കരിഞ്ഞു പോയതുകൊണ്ട് നിവേദിച്ചില്ല. ഇന്നും അങ്ങനെ സംഭവിക്കാതെ നോക്കണം. ഉപചാരവാക്കുകളോടെ വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞ ഹരിജൻ സ്ത്രീയോട് ബ്രാഹ്മണൻ ഒരു മറുചോദ്യം ചോദിച്ചു. ഇന്നലെ പയർ കരിഞ്ഞു പോയെന്നും നിവേദിച്ചില്ലെന്നും നിന്നോട് ആര് പറഞ്ഞു? ഗുരുവായൂരപ്പൻ തന്നെ നേരിട്ട് തന്നോട് പറഞ്ഞതാണെന്ന മറുപടി കേട്ട് ബ്രാഹ്മണന് ഇന്ന് ചിരിക്കാൻ തോന്നിയില്ല. അവളെ അവിടെ തന്നെ നിൽക്കാൻ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണൻ അകത്തുപോയി പാചകക്കാരനോട് തലേ ദിവസത്തെ കാര്യം അന്വേഷിച്ചു. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ബോധ്യമായി. അന്ന് പ്രത്യേക ശ്രദ്ധയോടെ പാചകം ചെയ്യണമെന്നും ഏർപ്പാട് ചെയ്തു. വീണ്ടും ബ്രാഹ്മണൻ ഹരിജൻ സ്ത്രീയുടെ അടുക്കലെത്തി. അവളുടെ ഭാഗ്യത്തിൽ ബ്രാഹ്മണന് അല്പം അസൂയ തോന്നിയെങ്കിലും അവൾ പറഞ്ഞ രീതിയിൽ വേണ്ടത് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അവളെ അറിയിച്ച് യാത്രയാക്കി. ജാതിയും മതവും ഒന്നും ഗുരുവായൂരപ്പൻ നോക്കാറില്ല. ഹൃദയം ശുദ്ധമാണോ എന്നതാണ് ഇവിടെ പ്രശ്നം. ഭക്തിയോടെ തന്നെ ഭജിക്കുന്നവൻ ഏത് ജാതിക്കാരനാണെന്ന് നോക്കാതെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടും. തൻ്റെ ദിവ്യലീലകൾ പ്രകടിപ്പിക്കും. ഇത്തരം അനുഭവങ്ങൾ എത്രയോ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.